അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ ആർക്കും അയച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് അവരെ ഒന്ന് ഫോൺ വിളിക്കുകയോ ആ ഒരു കോളൊന്ന് വിളിച്ചിട്ട് ഒരുമിച്ച് ഈ സങ്കീർത്തനം ഒന്ന് വായിക്കണേ. നമ്മൾ വായിക്കാൻ പോകുന്ന സങ്കീർത്തനം 102 സങ്കീർത്തനമാണ്, Psalm 102. അപ്പം അതിൻ്റെ ഒരു ചോദ്യമാണ് മുമ്പേ ചോദിച്ചത്, എന്നാണ് അവസാനമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പോയതെന്നും ഉറക്കം കിട്ടാത്തൊരു രാത്രി എപ്പോഴായിരുന്നു ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്നും. കാരണം അങ്ങനെ ഒരു വചനഭാഗം ഇതിനകത്ത് കണ്ടതുകൊണ്ടാണ് എനിക്കൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തതാണ്. അതിനകത്ത് ഒരു വചനഭാഗം ഇങ്ങനെയാണ്, മുഴുവനായിട്ട് നിങ്ങൾ സമയം പോലെ വായിക്കണം. 28 വാക്യങ്ങളാണ് ഉള്ളത് 102 സങ്കീർത്തനത്തിൽ. അതിനകത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു വചനം ഇതാണ്, 102 സങ്കീർത്തനം അതിൻ്റെ 7ാമത്തെ വാക്യം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എഴുത്താണ്. ഇങ്ങനെയാണ് അത് വായിക്കുക. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ. ഒറ്റയ്ക്കായി പോകുന്ന ഒരു വല്ലാത്ത മൊമെൻറ്റ്.